ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിലും തകർപ്പൻ ഫോമിലാണ് ലിവർപൂൾ കളിക്കുന്നത്. കളിച്ച 4 മത്സരങ്ങളും ജയിച്ച് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് നിലവിലെ ചാമ്പ്യന്മാർ. ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീഴ്ത്തി ജയത്തോടെ തുടങ്ങാനും അർനെ സ്ലോട്ടിനും സംഘത്തിനുമായി. ചാമ്പ്യൻസ് ലീഗിലെ ഫേവറേറ്റുകളാണ് ലിവർപൂൾ. ട്രാൻസ്ഫർ വിപണിയിൽ ഇത്തവണ റെക്കോർഡ് തുകയാണ് ലിവർപൂൾ മുടക്കിയത്. ഫ്ലോറിയൻ വിറ്റ്സിനെയും അലക്സാണ്ടർ സാഗിനെയും വൻ വില കൊടുത്താണ് ആൻഫീൽഡിൽ എത്തിച്ചത്. 5018 കോടി രൂപ ഇത്തവണ ക്ലബ് ട്രാൻസ്ഫർ വിപണിയിൽ ലിവർപൂൾ ഒഴുക്കി. ഇതുവഴി ഒരു സീസണിലെ തന്നെ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് 2 വട്ടം തിരുത്താനും ലിവർപൂളിനായി. പുതിയ താരങ്ങളുടെ കാര്യത്തിൽ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ക്ലബ്. എന്നാൽ ലിവർപൂളിന്റെ ചാമ്പ്യൻസ് ലീഗ് മോഹങ്ങൾ നടക്കില്ലെന്നാണ് മുൻ ഫ്രഞ്ച് താരം തിയറി ഹെൻറി പറയുന്നത്. പ്രതിരോധത്തിലെ പ്രശ്നങ്ങൾ ടീമിന് തിരിച്ചടിയാകുമെന്നാണ് ഹെൻറിയുടെ വിലയിരുത്തൽ. പ്രതിരോധത്തിലെ പിഴവുകൾ കാരണം സ്ലോട്ടിന്റെ സംഘം ഇത്തവണ ഗോളുകൾ വാങ്ങിക്കൂട്ടുകയാണെന്നും ഫൈനൽ മിനിറ്റിലെ പോരാട്ടം കൊണ്ട് മാത്രമാണ് ടീം രക്ഷപ്പെടുന്നതെന്നും ഹെൻറി പറയുന്നു. അത്ലറ്റിക്കോക്കെതിരായ മത്സരം സമനിലയിൽ പിരിയുമെന്ന് ഏവരും ഉറപ്പിച്ചിരിക്കുകയാണ്. ഇഞ്ചുറി ടൈമിൽ വിർജിൽ വാൻ ഡൈക്ക് ടീമിന്റെ രക്ഷകനായി അവതരിക്കുന്നത്. തുടർച്ചയായി ഗോൾ വഴങ്ങുന്നതിലൂടെ ലിവർപൂളിന്റെ ഫേവറേറ്റ് ടാഗ് നഷ്ടപ്പെടുമെന്നും മികച്ച പ്രതിരോധമുള്ള ടീമിന് മാത്രമേ കിരീടം നേടാനാകൂവെന്നും ഹെൻറി പറഞ്ഞു. പ്രീമിയർ ലീഗിൽ കളിച്ച 4 മത്സരങ്ങളിലും അവസാന മിനിറ്റുകളിൽ നേടിയ ഗോളുകളിലാണ് ലിവർപൂൾ വിജയിച്ചു കയറിയത്. ശനിയാഴ്ച എവർട്ടണിനെതിരായാണ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.